തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലേക്ക് കടക്കുമ്പോഴാണ് ഈ CAയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. UDF ആണെങ്കിലും LDF ആണെങ്കിലും അത് വലിയ പ്രചരണായുധമാക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് പൗരത്വത്തിൻ്റെ കാര്യത്തിലൊരു നിയമം വന്നിരിക്കുന്നതാണ് പ്രചാരണം. ആ പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പൗരത്വ ഭേദഗതി നിയമം നേരത്തെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രപതി അത് സംബന്ധിച്ച് വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുള്ളതാണ്. അത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചട്ടങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ നിയമം പ്രാബല്യത്തിൽ വരും, നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ്. അത് BJPയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല ഇത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് രാജ്യത്തിൻ്റെ പൗരത്വം നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ 47 തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഉടമ്പടി നിലവിൽ വന്നിട്ടുള്ളതാണ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ രാജ്യത്തിനകത്തെ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഈ രാജ്യത്തിലെ ഒരാളുടെയും പൗരത്വം നിഷേധിക്കാനോ ആ പൗരത്വത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഈ നിയമത്തിൽ ഒരു വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് രാജ്യത്തിലെ പൗരന്മാരെ ബാധിക്കുന്ന നിയമമാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ്. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് BJP പറയുമ്പോഴും മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കി മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നതിൽ ഒരു മതം അടിസ്ഥാനപ്പെടുത്തുന്നില്ല. അല്ല, മതം അടിസ്ഥാനമാവുന്നത് രാജ്യത്ത് വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ അത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മതപരമായ വിവേചനം അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അവിടുത്തെ മതപരമായ വിവേചനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് നെഹ്റു ലിയാഖത്ത് പാക്റ്റിൻ്റെ ഭാഗമാണ്. ഈ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ്സുകാർക്കും CPMകാർക്കും രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ബോധമില്ലാത്തതുകൊണ്ട് അത് നെഹ്റു ലിയാഖത്ത് പാക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളിലെ വിവേചനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം എന്നുള്ളതാണ് ഉണ്ടായിരുന്ന വ്യവസ്ഥ. അതാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യത്ത് അകത്ത് ജീവിക്കുന്ന ഒരാളെയും ഇത് ബാധകമാകുന്ന കാര്യമല്ല. എല്ലാവരെയും ഒരുമിച്ച് ചേർത്താനാണ്. ലോകത്തിലെവിടെയെങ്കിലും മുസ്ലിം സമൂഹം മതപരമായിട്ടുള്ള വിവേചനം അനുഭവിക്കുന്നതായിട്ട് ഒരു റിപ്പോർട്ടുകളുമില്ല. ഇനി മുസ്ലിം സമൂഹത്തിന് ഈ രാജ്യത്തിലെ പൗരത്വം വേണമെങ്കിൽ അവർക്കും പൗരത്വം ലഭിക്കുമല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു മുസ്ലിം പൗരന് ഈ ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ അവർക്കും പൗരത്വം കിട്ടും. ഒരാൾക്കും പൗരത്വം നിഷേധിക്കുന്നില്ല. ചില ആളുകളെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് ഇന്നലെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിണറായി വിജയൻ്റെ ആനമണ്ടത്തരമാണ്. കാരണം അദ്ദേഹം ഇതിനായി നടപ്പിലാക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടല്ലല്ലോ നടപ്പിലാക്കുന്നത്. ഇത് സമ്പൂർണ്ണമായ കേന്ദ്ര നിയമമാണ്. പിണറായി വിജയൻ എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്ര നിയമമാണ് അത് കാരണം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന സംസ്ഥാനത്തോടല്ലല്ലോ. കേരളം ഒരു രാജ്യമാണ് എന്ന് പിണറായി വിജയൻ ധരിക്കുന്നതുകൊണ്ടാണ്. കേരളത്തിലൊരു പൗരത്വമില്ല. പൗരത്വം ഇന്ത്യൻ പൗരത്വമാണ്. ആ ഇന്ത്യൻ പൗരത്വത്തിന് ഒരാൾ അപേക്ഷിക്കുക ഇന്ത്യ ഗവൺമെൻറ്റോടാണ്. ഇന്ത്യ ഗവൺമെൻറ്റോട് പൗരത്വത്തിന് ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കാണ്. ആ ജില്ലാ ഭരണകൂടങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന ഒരു നിയമത്തെ നിഷേധിക്കാൻ സാധിക്കുമോ? അത് പിണറായി വിജയൻ വേറെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിണറായി വിജയൻ്റെ ഒരു സമ്മതവും ആവശ്യമില്ല. രാജ്യം ഈ പുതിയ നിയമം നടപ്പിലാക്കുകയാണ്. അത് കേരളത്തിലും ആ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും സാധിക്കില്ല. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും BJPക്ക് അത് പ്രതികൂലമായി ബാധിക്കില്ലേ? പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊക്കെ BJP ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. കാരണം കേരളത്തിലെ ഒരു മുസ്ലിങ്ങളെയും ബാധിക്കുന്ന നിയമമല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമം ഈ രാജ്യത്തിലെ ഒരു പൗരന്മാരെയും ബാധിക്കുന്ന നിയമമല്ല. അത് മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, ഈ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്തിലെ പൗരന്മാരെ ബാധിക്കുന്ന നിയമമല്ല. ഈ നിയമം ആകെ ബാധകമാകുന്നത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്. അവർക്ക് മാത്രം ബാധകമാകുന്ന ഒരു നിയമമാണ്. അതെങ്ങനെയാണ് രാജ്യത്തിലെ മുസ്ലിങ്ങൾക്കെതിരാവുക? അത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്. നേരത്തെ ആ പ്രചരണം ഉണ്ടായിരുന്നു. അന്ന് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ പ്രചരണത്തിന് വേണ്ടി CPM കോൺഗ്രസ് ശ്രമിക്കുകയാണ്. പക്ഷേ പഴയതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യമാകും. മുസ്ലിം സമൂഹത്തോട് ഈ കാര്യങ്ങൾ സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാകും.